സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന അസുഖമുള്ള ഒരു വ്യക്തിക്ക് നൽകുന്ന മരുന്നിൻ്റെ ഡോസേജ് അത് വൈദ്യശാസ്ത്രത്തിലുണ്ട്. അത് ഇൻ്റർനാഷണൽ തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള ചില ഡോസേജുകളുണ്ട്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്ക് പ്രതിക്ക് നൽകിയിട്ടുള്ള ഡോസേജുകൾ സ്വാഭാവികം അതിൽ കുറവായിരുന്നു. ഓക്കെ. അപ്പോൾ അത് കുറവായതുകൊണ്ട് തന്നെ സ്കീസോഫ്രീനിയയുടെ യഥാർത്ഥ സ്പെക്ട്രത്തിലേക്ക് ഈ വ്യക്തിയുടെ മാനസിക രോഗം എത്തുകയില്ല എന്ന് കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് സാധിച്ചു. അതുകൊണ്ടാണ് അയാളുടെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനകത്ത് സ്കീസോഫ്രീനിയയുടെ സ്പെക്ട്രം ഉണ്ട് എന്ന് ഡോക്ടർമാർ കണ്ടെത്തി എഴുതിയിട്ട് പോലും പ്രതിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇൻസാനിറ്റിയുടെ അല്ലെങ്കിൽ ബോധമില്ലായ്മയുടെ ആ ഡിഫൻസ് അല്ലെങ്കിൽ ആ പരിരക്ഷ ലഭിക്കാതൊരു വിധി ഈ കേസിൽ ഉണ്ടാവാനുള്ളത് കാരണം ആ തലം കൂടി കോടതി പരിശോധിച്ചുകൊണ്ടാണ്. ഇയാൾ എന്തെങ്കിലും തരത്തിൽ ഉള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണോ? ഒരു പെട്ടെന്നൊരു അക്രമം എന്ന രീതിയിലേക്ക് മാറി അങ്ങനെ ഒരു ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നോ? അതിനൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഓരോ കുറ്റകൃത്യം നടത്തുന്നതിനും പ്രതിക്ക് പ്രതിയുടേതായ കാരണങ്ങളുണ്ടാവും. ഒരു കുറ്റകൃത്യം നടത്തുന്നതിന് പ്രതിക്ക് പ്രതിയുടേതായ കാരണം ഉണ്ടാവും. മോട്ടീവ് എന്നാണ് സാധാരണഗതി നമ്മൾ നിയമത്തിൻ്റെ ഭാഷയിൽ തന്നെ പറയുന്നത്. മോട്ടീവ് എന്ന് പറയുന്നത് പ്രധാനമായും മാറുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്ത സമയത്താണ് മോട്ടീവ് പ്രധാനമായിട്ടും പ്രധാന റോളിലേക്ക് വരുന്നത്. ഡയറക്റ്റായിട്ടുള്ള സാക്ഷികൾ ഐ വിറ്റ്നസ് ഉള്ള കേസിനകത്ത് മോട്ടീവ് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല എന്ന് സുപ്രീം കോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയൊക്കെ വിധികൾ ധാരാളമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പ്രതി ഇപ്രകാരം ഒരു പ്രവർത്തനം നടത്തി എന്നുള്ളതിന് ഒരു പക്ഷേ പ്രോസിക്യൂഷൻ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രതി ഈ കുറ്റകൃത്യം നടത്തുന്നതിന് മറ്റു തെളിവുകളുണ്ടെങ്കിൽ, ദൃക്സാക്ഷികളപരമായിട്ടുള്ള തെളിവുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ഒരു പ്രോസിക്യൂഷൻ കേസ് തെളിയിക്കുന്നതിന് അത് മതി. ഇവിടെ വന്ദനയെ കൊലപ്പെടുത്തിയ പ്രതിയുടെ നേരത്തെ അയാൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ കേസിനകത്ത് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ബന്ധുക്കളെ പോലും പ്രോസിക്യൂഷൻ സാക്ഷിയായി വിസ്തരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ അടുത്ത ബന്ധുക്കളെ പോലും ഈ കേസിൽ പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി കൊടുത്ത സാക്ഷിയായി വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ മൊഴികളിൽ നിന്നുമൊക്കെ നമുക്ക് വ്യക്തമായത് ഈ പ്രതി ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു. അയാൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആളുമാണ്. അപ്പോൾ ആ ലഹരി പക്ഷേ അയാളുടെ യൂറിൻ സാമ്പിളിൻ്റെ ഒക്കെ ടെസ്റ്റിങ്ങിൽ നിന്ന് റിസൾട്ട് നമുക്ക് മനസ്സിലായത് ആ സമയത്ത് അയാൾ ലഹരി പദാർത്ഥം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. സംഭവം നടക്കുന്ന സമയത്ത് ലഹരിക്ക് അടിമപ്പെട്ട് സുബോധമില്ലായ്മയോടുകൂടി ചെയ്ത പ്രവൃത്തിയായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. ആ സമയത്തേക്ക് ബോധം തന്നെ ഉണ്ടായിരുന്നു.